ഹലോ ഫ്രണ്ട്സ്, RJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഇഡ്ഡലി ദോശയുമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഉഴുന്ന്, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് നമുക്കിത് 3 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കാം. നല്ലോണം കഴുകിയ ശേഷം നമുക്കൊരു 4 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത ഗോതമ്പും ഉഴുന്നും ഉലുവയും ചേർത്തൊരു 3/4 കപ്പ് വെള്ളത്തിൽ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെളുത്ത അവലും ചേർക്കുന്നുണ്ട്. ഞാനിതൊരു പ്രാവശ്യം കഴുകിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 8 മുതൽ 9 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇവിടെ നല്ലോണം പൊന്തി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ കൊണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഗോതമ്പാണെന്ന് ഇത് പറയേയില്ല, സാധാരണ ദോശയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ സമയം ഇതിൽ നെയ്യോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒരെണ്ണം കൂടി നമുക്ക് ഇതേപോലെ തയ്യാറാക്കി നോക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്കും ഈ ദോശ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പച്ചരിയൊന്നും ചേർത്തിട്ടില്ല. ഇനി രണ്ടാമത്തെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുരുമുരാന്നുള്ള ദോശയാണത്. അടുത്ത ദോശയും ഇതേപോലെ ചുട്ടെടുക്കാം. ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫോൾഡ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ ബാറ്റർ കൊണ്ട് തന്നെ ഇഡ്ഡലിയും തയ്യാറാക്കാം. ഇഡ്ഡലിയും നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണിത്. ഇത്തിരി എൻ്റെ ഇഡ്ഡലിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മാവ് തയ്യാറാക്കുമ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു 15 മിനിറ്റ് ശേഷം നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ഇഡ്ഡലി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തക്കാളി ചട്നി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്.